ഇതിനകത്ത് ഈ ഊബറും ഓല രണ്ട് കമ്പനി അത് പ്രധാനപ്പെട്ടാണ്. ഇവര് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേട്ടില്ലേ? ഈ വാക്കുകൾ മന്ത്രി പറഞ്ഞതിന് ശേഷം ഡ്രൈവർമാരുടെ സ്ഥിതിയാണ് ഈ കാണുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് ട്രിപ്പ് എടുക്കാൻ കഴിയുന്നില്ല. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിൽ ഇവരെ വളരെയധികം മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലൊക്കെ അടിച്ച് പല്ല് കളഞ്ഞ ഡ്രൈവർമാരുണ്ട്. അതായത് വളരെയധികം ക്രൂരമായിട്ടാണ് പരമ്പരാഗത ടാക്സിക്കാർ എന്ന് പറയുന്നവർ ഇവരെ മർദ്ദിക്കുന്നത്. ഇനി ഈ ഓൺലൈൻ ടാക്സിക്കാർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ട്രിപ്പ് എടുക്കാം എന്നുള്ള കോടതി വിധിയുടെ പകർപ്പാണ് ഈ കാണുന്നത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രി ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും കോടതി നിയമം അറിയാത്ത ആളല്ല. ഞാൻ പറഞ്ഞ നിയമം മാത്രമല്ല, മന്ത്രി അഭിപ്രായം പറഞ്ഞില്ല. എനിക്ക് 200 രൂപ കാണിക്കും. വീണ്ടും ഒന്നുകൂടെ അടിക്കുമ്പോൾ 750 രൂപയാണ് വാങ്ങുന്നത്. വല്ലാത്ത പണം വാങ്ങുന്നുണ്ട്. അത് ശരിയല്ല. അത് മീറ്റർ നടപ്പിലാക്കുന്നതിലേക്ക് നിർബന്ധത്തിലേക്ക് പോകാനാണ് വരുത്തരുത് എന്ന് മാത്രം. വേണ്ട സാറേ, ഞങ്ങൾക്ക് ഊബർ വേണ്ട, ഓലയും വേണ്ട, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വേണ്ട. ഞങ്ങൾക്ക് പഴയതുപോലെ തന്നെ ടാക്സികളും ടാക്സി സ്റ്റാൻഡും ഏകീകരിച്ച റേറ്റ് മതി. നിങ്ങൾ മീറ്റർ എന്ത് വേണമെങ്കിലും ഘടിപ്പിച്ചോ, റേറ്റ് ഏകീകരിക്കാൻ പറ്റുമല്ലോ. ഓരോരോ സ്ഥലങ്ങളിലുള്ളവർ അതാത് പ്രദേശത്ത് കിടന്ന് ഓടുകയും ചെയ്യുമല്ലോ ഡ്രൈവർമാർ. ഓട്ടമുള്ള സ്ഥലത്തേക്ക് എല്ലാവരും കൂടി കേന്ദ്രീകരിച്ച് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം മാറി കിട്ടുകയും ചെയ്യും. ഈ ഊബറുകാർ വാങ്ങിക്കുന്നുണ്ട്. എന്താ പറയുക, ഓൺലൈനിൽ നോക്കുമ്പോൾ 200 രൂപയാണെന്ന് പറഞ്ഞിട്ടാണ് വേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടൗണിലേക്ക് 200 രൂപ കാണിക്കും. വീണ്ടും ഒന്നുകൂടെ അടിക്കുമ്പോൾ 750 രൂപയാണ് വാങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബസ് ഇട്ടത്. എല്ലാ ട്രെയിനും വരുന്ന കണക്കാക്കി ബസ് അവിടെ കൊണ്ടിട്ടു. ആളുകൾക്ക് ടൗണിലേക്ക് വരാൻ ചൂഷണമാണ്. എന്റെ പൊന്നു ഗതാഗത മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിയമവിരുദ്ധമായിട്ട് റേറ്റ് കൂടുതൽ വാങ്ങി അങ്ങനെ ഒരു സർവീസ് നിലവിലുണ്ടെങ്കിൽ അതിനെതിരെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഇനി ഇത്രയും വർഷക്കാലം അവർ നിയമവിരുദ്ധമായി ഇതുപോലെ സർവീസ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കുമെന്ന് ആരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടിക്കുന്ന പിടിക്കുന്ന മഴക്കുണ്ടാക്കുന്നൊക്കെ അവരുടെ ഉത്തരവാദിത്തം. അതെ, ബഹുമാനപ്പെട്ട മന്ത്രി, പറയാനുള്ളതെല്ലാം പറഞ്ഞ് തമ്മിത്തല്ലാനുള്ള വകുപ്പുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അടിയും പിടിയൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഊബർ എന്ന് പറഞ്ഞ ഒരു പരിഷ്കാരമാണ്. അതിപ്പോൾ ഊബർ പോലെയുള്ള ഓൺലൈൻ വാഹനങ്ങൾ ലോകത്തെമ്പാടും ഒരു പരിഷ്കാരമാണ്. ആ പരിഷ്കാരം നടപ്പിലാവുന്നതിന് ഞാൻ അനുകൂലം തന്നെയാണ്. അത് വേണം. ടൂറിസ്റ്റുകൾക്ക് അത് അത്യാവശ്യമാണ്. ഞാനടക്കം നമ്മളെല്ലാവരും വിദേശ രാജ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും മുമ്പ് ഈ സൗകര്യം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അത് പറ്റില്ലെന്ന് പറയാൻ പോലും. അത് വേണം. ഇപ്പം എങ്ങനെ ഇരിക്കണേ? കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ഈ നിലപാടാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഡ്രൈവർമാരെ തമ്മിത്തല്ലിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്ന് ഗതാഗത മന്ത്രി.